എസ് കെ സജീഷ് 2013 ജൂൺ മാസത്തിൽ അഷ്ടമുടിക്കായലിൽ നിന്ന് പുന്നമടക്കായലിലേക്ക് പറക്കാനൊരുങ്ങിയ സീബേർഡ് എന്ന സീപ്ലെയിനും ഇപ്പോൾ ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് പറന്നിറങ്ങിയ കനേഡിയൻ കമ്പനിയുടെ സീപ്ലെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അരുൺ, ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് കുറേയൊക്കെ കാര്യങ്ങൾ ഇവിടെ പലരും സംസാരിക്കുന്നതായി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മന്ത്രിയും മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളും എല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച സീപ്ലെയിൻ പദ്ധതിയും ഇവിടെയുള്ള ഇപ്പോൾ നടപ്പിലാക്കുന്ന പദ്ധതിയും തമ്മിൽ പേരിന് മാത്രമേ സാമ്യമുള്ളൂ, അതിനപ്പുറത്തേക്ക് സാമ്യമില്ല. അവരുടെ കാലത്ത് കായൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ കായൽ കേന്ദ്രീകരിച്ചല്ല, അണക്കെട്ടുകളും വിമാനത്താവളങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. പിന്നെ ഞങ്ങൾ 2013 ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു, അത് ഇപ്പോൾ വീണ്ടും വരികയാണ്, അന്നതിനെ തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത്. പരിശോധിച്ചാൽ അറിയാം, അന്ന് എല്ലാ മത്സ്യത്തൊഴിലാളികളും അതിനെതിരായിട്ടുണ്ട്. അതിൽ ലീഗിൻ്റെ സംഘടനയുണ്ടായിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ സംഘടനയുണ്ടായിട്ടുണ്ട്, മറ്റു പലതുമായിട്ടുള്ള സ്വതന്ത്രവും വ്യത്യസ്തവുമായിട്ടുള്ള സംഘടനകളെല്ലാം മത്സ്യത്തൊഴിലാളികൾ സമരത്തിന് വന്നിട്ടുണ്ട്. കാരണം ഒന്നും പറയാതെ പെട്ടെന്ന് ഒരു പദ്ധതി ആരംഭിക്കുകയും അവരോട് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ കക്ക വാരുന്നതും അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നതുമെല്ലാം നിരോധിച്ചിരിക്കുന്നു എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തപ്പോഴാണ് അത്തരമൊരു പ്രക്ഷോഭം ഉണ്ടായത്. അന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് നേരത്തെ ഏഷ്യാനെറ്റ് മരിച്ചുപോയ അമ്മ വിട്ടുപിരിഞ്ഞ ശ്രീ ഗോപകുമാർ അവതരിപ്പിക്കുന്ന കണ്ണാടി എന്ന പരിപാടിയിൽ CITUവിൻ്റെ നേതാവ് അന്ന് സംസാരിക്കുന്ന ബൈറ്റ് ഇപ്പോഴും ലഭ്യമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെ ചെയ്തതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്, മറ്റുള്ളവരൊക്കെ പൂർണ്ണമായി എതിർക്കുകയാണ്. CITU പറഞ്ഞത് ഇങ്ങനെ ചെയ്തതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. ഇനി ഈ പദ്ധതി ഇതിൻ്റെ ആശങ്കകൾ തീർത്ത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രക്ഷോഭങ്ങളായിരുന്നില്ല അന്നത്തെ തടസ്സം എങ്ങനെയെന്ന് നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ അറിയാം. 11/6/2014 ഇതുമായി ബന്ധപ്പെട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഇങ്ങനെ ഉദ്ഘാടനം നിർവഹിച്ചു. 2014 സെപ്റ്റംബറിൽ ആരംഭിക്കും എന്നതായിരുന്നു ഉത്തരം. 18/6/2014 ഇതേ ചോദ്യം ആവർത്തിച്ചു. 2014 സെപ്റ്റംബറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് ആരംഭിക്കും എന്നതായിരുന്നു പിന്നെയുമുള്ള മറുപടി. പിന്നീട് 10/12/2014 ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോഴും അന്ന് പറഞ്ഞ മറുപടി 2/6/13 ഇത് ഉദ്ഘാടനം ചെയ്തു, ഓപ്പറേറ്റർമാർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, 2015 ജനുവരിയോടുകൂടി ഇത് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഒരു ഒരുക്കവും നടത്താതെ ഒരു നടപടിക്രമവും പൂർത്തിയാകാതെയാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ ഭാഗമായി വിവിധ കമ്പനികൾ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് അന്ന് വന്നു. ആദ്യം കൈരളി ഏവിയേഷൻ ഞാൻ 3 അതിഥികളെയും ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ക്ഷണിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. അതിനു മുമ്പ് അറിയേണ്ടത് ഇടതുമുന്നണിയിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടോ എന്നുള്ളത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെയും ഒപ്പം തന്നെ TJ ആഞ്ചലോസിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. വീണ്ടും മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി 20-ാം തീയതി രൂപീകരിക്കാനിരിക്കുകയാണ്. 2013 അതേ സാഹചര്യമാണോ ഇപ്പോൾ വീണ്ടും ഉരുത്തിരിയുന്നത് സജീഷ്? അല്ല, ഒരിക്കലുമല്ല. അത് വ്യക്തമാണ് കാര്യങ്ങൾ. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി വരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മന്ത്രി അത് വളരെ സുവ്യക്തമായി തന്നെ നമ്മളിപ്പോൾ മന്ത്രിയുടേതായി ശ്രീ PM മുഹമ്മദ് റിയാസിൻ്റെ ബൈറ്റ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇതിൽ വരുന്നത്. ഇതിൽ ഡാമുകളും അതുപോലെ തന്നെ വിമാനത്താവളങ്ങളും കേന്ദ്രീകരിച്ച് നമ്മുടെ കേരളം ടൂറിസം രംഗത്ത് ഇപ്പോൾ ഒരൊറ്റ ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ലോകം കണ്ടിരിക്കേണ്ട 50 ഡെസ്റ്റിനേഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊന്ന് കേരളം എന്നാണ് പറയുന്നത്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ വിശാലമായ കേരളമാണ്. ആ കേരളത്തിൻ്റെ എല്ലാ മേഖലകളെയും എല്ലാ കണക്ടിവിറ്റിയിലൂടെയും യോജിപ്പിക്കാൻ വേണ്ടി കഴിയണം. ആ രീതിയിലാണ് ഇപ്പോൾ ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആളുകൾ അഭിപ്രായം പറയുന്നതിലോ അങ്ങനെ പറയുന്നതിലോ ഒന്നും തെറ്റില്ല. പക്ഷേ അങ്ങനെ നിലവിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ആലോചനയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ തന്നെ ഇത് ജനാധിപത്യപരമായിരിക്കുമെന്ന് മന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ് ആ ചർച്ച നടത്തുന്നത്? എസ് കെ സജീഷ് പറയുന്നു. Debate with Dr. Arun Kumar.